എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് ഫ്രാക്ഷൻ്റെയും അതുപോലെ തന്നെ ഡെസിബിളിൻ്റെയും രൂപത്തിലുള്ളവയെ എങ്ങനെയാണ് ശതമാനത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, SLC തന്നെ എടുക്കാം അല്ലേ. ഇപ്പോൾ SLC റിസൾട്ട് വന്നെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നാം പഠിക്കുന്ന സ്കൂളിൽ ഇപ്പോൾ ഒരു 99% വിജയ ശതമാനം എന്ന് വിചാരിക്കുക. 99% നമ്മുടെ സ്കൂളിൻ്റെ വിജയ ശതമാനം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 100 കുട്ടികൾ, അതായത് 99 കുട്ടികൾ ജയിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് 100 കുട്ടികൾ എഴുതി കഴിഞ്ഞാൽ അതിൽ 99 കുട്ടികൾ ജയിച്ചിട്ടുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. ഇനി സാധാരണ നമുക്ക് എപ്പോഴും അറിയാം, ഈ SLC പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 99 98 എന്നുള്ള രീതിയിലായിരിക്കില്ല വരിക. എന്തായിരിക്കും, അതൊരു ദശാംശ സംഖ്യ ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. അതായത് ഇപ്പോൾ പിറ്റേ ദിവസം ഇപ്പോൾ SLC പരീക്ഷ കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ പത്രത്തിലോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളൊക്കെ കാണാൻ പറ്റും. എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 99.2% വിജയം അല്ലേ. SLC റിസൾട്ട് വന്നു, വിജയ ശതമാനം 99.2. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് നമുക്കറിയാം, നാം പഠിച്ചതനുസരിച്ച് 100 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര കുട്ടികൾ ജയിച്ചിട്ടുണ്ടായിരിക്കും? 99.2 കുട്ടികൾ അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പറയുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ട് അല്ലേ. 100 കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 99.2 കുട്ടി ജയിച്ചെന്ന്. അപ്പോൾ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ നോക്കിയേ, ഇപ്പം നമ്മളിവിടെ 99% എന്ന് പറഞ്ഞു അല്ലേ. 99% എന്നാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം 99/100 അല്ലേ. അതായത് 100 കുട്ടികൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 99 കുട്ടികൾ വിജയിച്ചു. നമുക്കിതിനെ 99/100 നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാമല്ലോ. അതായത് ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ 1/100 × 99. ഇങ്ങനെ എഴുതുന്നതിന് എന്തെങ്കിലും തകരാറുണ്ടോ? ഒരു തകരാറില്ല അല്ലേ. അതായത് നോക്കിയാൽ 1 × 99 തന്നെയാണ് 99 അല്ലേ, 100. അപ്പോൾ അതായത് 99/100 1/100 × 99 എഴുതി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 1/100 നമ്മൾ 99 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 1/100 99 ടൈംസ് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ 5 × 2 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് 5ൻ്റെ 2 മടങ്ങ് അല്ലേ. ഇനി 5 × 5 എന്ന് പറഞ്ഞാലോ 5ൻ്റെ 5 മടങ്ങ് അല്ലേ. 5 കൊണ്ട് ഗുണിക്കുക, ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 മടങ്ങ്. 5 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 5 മടങ്ങ് അല്ലേ. അതേപോലെ 1/100 99 ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 1/100 99 മടങ്ങ്. ഇനി 95% ആണെങ്കിലോ നമുക്കറിയാം 95/100. അതായത് ഇതേ രൂപത്തിൽ എഴുതുമ്പോൾ 1/100 × 95 അല്ലേ. അതായത് 1/100 95 കൊണ്ട് ഗുണിക്കുന്നു, 1/100 95 മടങ്ങ് അല്ലേ. അപ്പോൾ അതേ രൂപത്തിൽ നമുക്ക് വേണ്ടി 99.2% എന്ന് പറഞ്ഞല്ലേ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 99/0.2/100 ശരിയല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതിയ പോലെ എഴുതാണെങ്കിലോ 1/100 × ഏത് 99.2. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? 1/100 99.2 മടങ്ങ് അല്ലേ. അതായത് നമുക്ക് നോക്കിയാൽ 1 × 99.2 എന്ന് പറഞ്ഞാൽ 99.2/100 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ പോയിന്റ് ഉണ്ട്, നമ്മൾ പോയിന്റ് കളയാൻ എന്ത് ചെയ്യേണ്ടി വരും? നമുക്കറിയാം അത് 10 കൊണ്ട് ഗുണിച്ചാൽ ഒരു സ്ഥാനമാണ് അല്ലേ. അപ്പോൾ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെയും 10 കൊണ്ട് ഗുണിക്കണം അല്ലേ. അതായത് അപ്പോൾ ഇതിനെ 10 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ നാം ഇവിടെയും 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് വരും? ഇതിനെ 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ പോയിന്റ് പോയി, അപ്പോൾ 992 എന്നായി. ബൈ ഇതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ 100 എന്നുള്ളത് 1000 ആയി. അപ്പോൾ എന്ത് നമുക്ക് കിട്ടി? ഇതാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം. അതായത് 99.2% എന്ന് പറഞ്ഞാൽ 1000 കുട്ടികൾ എഴുതിക്കഴിഞ്ഞാൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എത്ര പേര് ജയിച്ചിട്ടുണ്ടായിരിക്കും? 992 പേര് ജയിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ 99.2% എന്നുള്ളതിൻ്റെ ഭിന്നസംഖ്യ രൂപം എന്താണ്? 999/1000. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ 6.5% വിചാരിക്കുക. വിജയ ശതമാനം 6.5 ഉണ്ടായുള്ളൂ. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? 6. ഇവിടെ എഴുതിയ പോലെ 6.5/100 അല്ലേ. അതായത് 1/100 × ഇവിടെ ഏതാണ് 6.5. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇവിടെ പോയിന്റ് കളയാൻ എന്ത് വേണം? 10 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ 6.5 എന്നുള്ളത് 65 മാറി. 65/ ഇവിടെ നമ്മൾ 10 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെയും 10 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ 100നെ 10 കൊണ്ട് ഗുണിച്ചാൽ 1000 എന്നായി മാറി. അപ്പോൾ 6.5% എന്ന് പറഞ്ഞാൽ 65/1000. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി ചില സമയങ്ങളിൽ നമ്മൾ ഫ്രാക്ഷൻ, അതായത് ഭിന്നസംഖ്യ രൂപത്തിലും ഈ ശതമാനം പറയും.
അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് മാസത്തിൽ ശമ്പളം കൊടുക്കും, അതുകൂടാതെ അവർക്ക് വർഷത്തിൽ കുറച്ച് പൈസ കൊടുക്കും അല്ലേ. അപ്പം നിങ്ങളൊക്കെ കേട്ട് പരിചയമുണ്ടാകും. അതായത് അതിന് ബോണസ് എന്നാണ് പറയുക. ബോണസ്, ഈ ബോണസ് എന്ന് പറയുന്നത് ആ വർഷത്തിൽ എത്ര ശമ്പളം കിട്ടി, ആ കിട്ടിയ ശമ്പളത്തിൻ്റെ 8.1/3% ഇതാണ് സാധാരണ പൊതുമേഖലാ കമ്പനികൾ എന്ത് കൊടുക്കുക, ബോണസായിട്ട് കൊടുക്കുക. അപ്പം ഈ കൊടുക്കുന്ന പൈസ ഈ വാർഷിക വരുമാനത്തിൻ്റെ എത്ര ഭാഗമായിരിക്കും, അതല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഭിന്നസംഖ്യ രൂപത്തിൽ പറയാം. 8.1/3 നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും? ഇവിടെ നോക്കിയേ, നാം ഇവിടെ പറഞ്ഞു 99% എന്ന് പറഞ്ഞാൽ 1/100ന്റെ 99 മടങ്ങ് അല്ലേ. അതേപോലെ 99/2% എന്ന് പറഞ്ഞാൽ 1/100ന്റെ 99.2 മടങ്ങ് അല്ലേ. അപ്പൊ അതേ രൂപത്തിൽ 8.1/3% എന്ന് പറഞ്ഞാൽ എന്താണ്, 1/100ന്റെ എത്ര മടങ്ങായിരിക്കും? 8.1/3 അല്ലേ. 8.1/3 മടങ്ങ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 1/100 ഇൻറ്റു 8.1/3 അല്ലേ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇവ തമ്മിൽ ഗുണിക്കും അല്ലേ. ആ കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ ഇത് കൂട്ടും അല്ലേ. അപ്പം 3 × 8 24, 24 + 1 25/3. അപ്പോൾ നമുക്ക് ഗുണിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒന്നുകിൽ ഗുണിച്ചിട്ട് ഹരിക്കുക. അപ്പോൾ ഗുണിക്കുകയാണെങ്കിൽ 25/100 × 3 300 = ഇനി നമുക്ക് എന്ത് ചെയ്യാം? 25 അടിയിൽ എത്രയാണ്? 300 അല്ലേ. അപ്പോൾ 2ൽ 25 പോകും. അപ്പോൾ 25 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം. 300ൽ എത്ര 25 ഉണ്ട്? 300ൽ 12 25 അല്ലേ. 12 25 ക്ലിയർ ആയില്ലേ? അതായത് ഇതിൽ ഒരു 25, 300ൽ 12 25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/12. അപ്പോൾ ബോണസ് 8.1/3% എന്ന് പറഞ്ഞാൽ ആ വർഷത്തെ ശമ്പളത്തിൻ്റെ എത്ര ഭാഗമായിരിക്കും? 1/12 ഭാഗം. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ പോയിന്റ് എന്താണ്? നമുക്ക് ശതമാനമായി തന്നിരിക്കുന്ന ആ ഭാഗത്തിനെ നാം ഭിന്നസംഖ്യയാക്കാൻ നാം എന്ത് ചെയ്തു? ആ സംഖ്യയെ, ഏത് സംഖ്യ ആയാലും ആ സംഖ്യയെ എന്തുകൊണ്ട് ഗുണിക്കണം? 1/100 കൊണ്ട് ഗുണിച്ചാൽ മതി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ 99.2നെ 1/100 കൊണ്ട് ഗുണിച്ചു അല്ലേ. ഇവിടെ 99നെ 1/100 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് പേജ് നമ്പർ 158 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് വേഗം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഇവിടെ നോക്കിയാൽ പേഴ്സൻ്റ്, അതായത് ശതമാനം നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫ്രാക്ഷൻ അതായത് ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതണം അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 1/100 കൊണ്ട് ഗുണിക്കണം അല്ലേ. അതാണ് നാം മുമ്പ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. നാം എന്ത് ചെയ്യണം? ഇതിവിടെ 12 1/2 ആണ് അല്ലേ. അതിന് നമ്മൾ 1/100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ 1/100 ഇൻറ്റു ഏതാണ്? 12 1/2 അല്ലേ. 12 1/2 = ഇത് നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ അറിയാം അല്ലേ. അതായത് 1/100 ഇൻറ്റു ഇവിടെ നോക്കിയാൽ ഇവിടെ മിശ്ര ഭിന്നമാണ് അല്ലേ. ഇത് നമുക്ക് മാറ്റണം. അപ്പോൾ എന്ത് വേണം? ഇവർ തമ്മിൽ ഗുണിക്കും, ഇത് കൂട്ടും അല്ലേ. ഇവർ തമ്മിൽ ഗുണിക്കും. 12 × 2 24, 24 24 + 1 25. അപ്പോൾ 25/2. അതായത് 1 × 25 25/2 × 100 200. ഇവിടെ നോക്കിയാൽ 25/200 അല്ലേ. അപ്പോൾ 25 കൊണ്ട് നമുക്ക് 2നെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിൽ എത്ര 25 ഉണ്ട്? ഒരു 25 ഇതിൽ എത്ര 25 ഉണ്ട്? 8 25 അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെന്ത് എഴുതാം? 1/8. ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ എന്താണ്? 6.1/4%. ഇവിടെ അതേപോലെ തന്നെ, അതായത് 1/100 കൊണ്ട് ഗുണിക്കുന്നു. ഏതിനെ? 6.1/4നെ. 6.1/4 = 1/100 ഇൻറ്റു ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 6 × 4 24, 24 1 25. 25 എത്രയാണ്? 4 = 1 × 25 25/100 × 4 400. ഇവിടെ നോക്കിയാൽ ഇവിടെ ചെയ്ത പോലെ തന്നെ നോക്കിയാൽ 25നെ 2 കൊണ്ട് 2നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ. എത്ര 25 ഉണ്ട്? മുകളിൽ ഒരു 25/400ൽ എത്ര 25 ഉണ്ട്? 400 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടും അല്ലേ. അപ്പോൾ 16. അതായത് 100ൽ 4 25. അപ്പോൾ 400ൽ 4 × 4 16 25. ഇനി അടുത്ത നോക്കിയാൽ 33.1/3%. ഇവിടെ ചെയ്ത പോലെ തന്നെ ഇനി വേഗം നമുക്ക് ചെയ്യാം. 1/100 ഇൻറ്റു എത്രയാണ്? 33
1/3 സീക്വൽ ടു 1/100 ഇൻറ്റു 33 ഇൻറ്റു 3 99 99 ഒന്നും 100 100/3 സീക്വൽ ടു നോക്കിയാൽ 1 ഇൻറ്റു 100 100 ബൈ 100 ഇൻറ്റു 3 300. അപ്പോൾ 100/300 അല്ലേ? അപ്പോൾ 2 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വന്നു? 1/3. ഇനി നാലാമത്തെ എന്താണ്? 66 2/3. അപ്പോൾ 1/100 ഇൻറ്റു 66 2/3 സീക്വൽ ടു 1/100 ഇൻറ്റു 66 ഇൻറ്റു 3 ഒന്ന് ഗുണിച്ച് നോക്കിയാൽ 198 കിട്ടും അല്ലേ? 198 പ്ലസ് 2 200. അപ്പോൾ 200/3. അപ്പോൾ 1 ഇൻറ്റു 200 200 ബൈ 100 ഇൻറ്റു 3 300. 2 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എത്ര കിട്ടി? 2/3. ഇനി 16 2/3 അല്ലേ? 3%. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? സീക്വൽ ടു 1/100 കൊണ്ട് ഗുണിക്കുക. ഏതിനെ? 16 2/3 സീക്വൽ ടു 1/100 ഇൻറ്റു 16 ഇൻറ്റു 3 എത്രയാണ്? 48 48 2 50. അപ്പോൾ 50/3 സീക്വൽ ടു 1 ഇൻറ്റു 50 50/100 ഇൻറ്റു 3 300. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം 2 0 ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? ബാക്കി എന്ത് വന്നു? 5/30 5/30 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് 2നെ ഡിവൈഡ് ചെയ്യാം. ഇതിൽ 5 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. ബൈ 30 5 6 5 30 അല്ലേ? 6. അപ്പോൾ 1/6. ഇനി അടുത്തെന്താണ്? 83 1/3%. അതായത് 1/100 ഇൻറ്റു 83 1/3 സീക്വൽ ടു 1/100 ഇൻറ്റു 83 ഇൻറ്റു 3 എത്ര കിട്ടും? 249 അല്ലേ? അപ്പോൾ 249 1 250. അപ്പോൾ 250/3 സീക്വൽ ടു 1 ഇൻറ്റു 250 250 ബൈ 100 ഇൻറ്റു 3 300. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ബാക്കി എന്ത് തോന്നുന്നു? 25/30 അല്ലേ? അപ്പോൾ രണ്ടിനും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടിനെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 25 5 പ്രാവശ്യം ബൈ 30 5 6 പ്രാവശ്യം അല്ലേ? അപ്പോൾ നമുക്ക് 6/5. അപ്പോൾ ഇതെങ്ങനെ മാറ്റുന്ന ക്ലിയർ ആയല്ലോ? നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? 1/100 കൊണ്ട് ഗുണിക്കണം. ഈ സംഖ്യകൾ എന്ത് ചെയ്യണം? 1/100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഒരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഭിന്നസംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമുക്ക് ശതമാനത്തിൻ്റെ രൂപത്തിൽ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് 1/4. ഇതിനെ നമുക്ക് അങ്ങനെ ശതമാനമാക്കി മാറ്റാൻ പറ്റും. ഇപ്പം നാം മുമ്പ് ചെയ്തു. ഇപ്പം നോക്കിയേ, 12 1/2%. ഇതിനെ നാം എങ്ങനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതി? ഇതിനെ നാം എന്ത് ചെയ്തു? 1/100 കൊണ്ട് ഗുണിച്ചു അല്ലേ? അതായത് 1/100 ഇൻറ്റു 12 1/2. ഇതാണ് നാം ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1/8 എന്ന് കിട്ടി. ഇവിടെ നേരെ തിരിച്ചാണ് വന്നിട്ടുള്ളത് അല്ലേ? ഇവിടെ ഭിന്നസംഖ്യ രൂപം, അതിനെ നമ്മൾ ഈ ശതമാനത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് വേണ്ടി വരും? നാം ഇവിടെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. അതായത് ഈ ഫ്രാക്ഷനെ നാം എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഇവിടെ നാം 1/100 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത് അല്ലേ? ഫ്രാക്ഷൻ കിട്ടിയത്. അപ്പോൾ ഫ്രാക്ഷനെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശതമാനം കിട്ടും. അതായത് ഈ പേഴ്സൻറ്റേജിനെ നാം ഭിന്നസംഖ്യ രൂപത്തിലാക്കാൻ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 1/100 കൊണ്ട് ഗുണിക്കണം അല്ലേ? നേരെ തിരിച്ച് ഇങ്ങനെയാണെങ്കിലോ നമുക്ക് ഭിന്നസംഖ്യയെ ശതമാന രൂപത്തിലാക്കാൻ എന്ത് ചെയ്യണം? 1/100 കൊണ്ടല്ല 100 കൊണ്ട് ഗുണിക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ നോക്കിയാൽ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ 1/4നെ നമുക്ക് ശതമാനമാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? 1/4 ഇൻറ്റു 100. അതായത് 100/4 അല്ലേ? 100/4 ഈക്വൽ ടു 25. അപ്പോൾ 25%. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 190 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊന്ന് ചെയ്തു നോക്കാം. In a school, there are 750 students and 450 of them are girls. What is the percent of girl student? അതായത് ഒരു സ്കൂളിൽ മൊത്തം 750 കുട്ടികളുണ്ട്. അതിൽ 450 കുട്ടികൾ എന്താണ്? പെൺകുട്ടികളാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികളുടെ എത്ര ശതമാനം ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? എങ്ങനെ ചെയ്യാം? ഇപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഗേൾസ്,
അതായത് പെൺകുട്ടികളുടെ ശതമാനം. 450 പെൺകുട്ടികളുണ്ട്. അപ്പോൾ 450 ബൈ ആകെ എത്ര കുട്ടികളുണ്ട്? 750. അപ്പോൾ 750 കുട്ടികളിൽ 450 പെൺകുട്ടികൾ അല്ലേ. ഇനി ഇപ്പോൾ ഇത് ഫ്രാക്ഷൻ ആണ് അല്ലേ. ഇതിനെ ശതമാനമാക്കി മാറ്റാൻ നാം എന്താണ് പറഞ്ഞത്? 100 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇത്രയുള്ള കാര്യം. അപ്പോൾ ഇൻറ്റു 100. അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ നമുക്ക് 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതിനെ ശതമാനമാക്കി മാറ്റാം. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഇഷ്ടമുള്ളൊരു രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഗുണിച്ചിട്ട് ഹരിക്കാം അല്ലേ, അതിൽ നിങ്ങൾക്ക് വെട്ടിച്ചെറുതാക്കാൻ അറിയുന്നവർ അങ്ങനെ ചെയ്യാം. ഏത് രൂപത്തിൽ വേണം ചെയ്യാം. നോക്കിയാൽ 750 ഈ പൂജ്യം ക്യാൻസൽ ചെയ്തു. ഇനി എന്തോന്നു ഇവിടെ? 4500 ബൈ 75. അപ്പോൾ പിന്നെ നോക്കിയാൽ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 4500 ഹരിക്കണം 75 അല്ലേ. അപ്പോൾ 45 പോയില്ല, 450 6 പ്രാവശ്യം അല്ലേ. 6 5 30 ബാക്കി 3 6 6 36 7 42 3 45. ഓക്കെ, കറക്റ്റായിട്ട് പോകും. ഇനി ബാക്കി എന്താ ഉള്ളത്? 0 അല്ലേ. അപ്പോൾ 0 ഇവിടെ ഇട്ടു. അപ്പോൾ എത്ര വന്നു? 60 അല്ലേ. സീക്വൽ ടു എത്ര ശതമാനം? 60%. അപ്പോൾ ഇനി രണ്ടാമത്തെ ചെയ്യാലോ. 2. എന്താണ് ചോദ്യം? എ പേഴ്സൺ ഹു ഏൺസ് 30,000 rupees എ മന്ത് സ്പെൻഡ്സ് 80,000 rupees ഓൺ ഫുഡ്. വാട്ട് പെർസെൻറ്റ് ഓഫ് ദി ഏണിംഗ് ഈസ് ദിസ്? അതായത് ഒരാൾക്ക് 30,000 രൂപ കിട്ടുന്നുണ്ട് വരുമാനം. അതിൽ നിന്ന് 8,000 രൂപ അദ്ദേഹം ഫുഡിനായിട്ട് ചെലവഴിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് അദ്ദേഹം ചെലവഴിക്കുന്നത്? കിട്ടുന്നതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് അദ്ദേഹം ചെലവഴിക്കുന്നത്? മനസ്സിലായല്ലോ, ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ രൂപത്തിൽ ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് സ്പെൻഡ് ഓൺ ഫുഡ്. അതായത് ഭക്ഷണത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ ശതമാനം എത്രയായിരിക്കും? എത്ര രൂപ അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട്? 8,000 രൂപ അല്ലേ. അപ്പോൾ 8,000 അദ്ദേഹത്തിന് ആകെ എത്ര കിട്ടുന്നുണ്ട്? 30,000 അല്ലേ. ബൈ 30,000. അപ്പോൾ 30,000 രൂപ ലഭിക്കുന്നതിൽ 8,000 രൂപ അദ്ദേഹം ഭക്ഷണത്തിനായി ചെലവഴിക്കുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ എന്ത് വേണം? ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ 2 0 ഈ 2 0 ക്യാൻസൽ ചെയ്തു അല്ലേ. ഇനി നോക്കിയാൽ ഇവിടെ 2 0 ഇവിടെയും 2 0 അതും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് തോന്നുന്നു? സീക്വൽ ടു 80/3. അപ്പോൾ 80/3 ഒന്ന് ഹരിച്ചു നോക്കിയാൽ 80 ഹരിക്കണം 3. 8 3 2 പ്രാവശ്യം 2 × 3 6 ബാക്കി 2 0 ഇറക്കി ഇട്ടു. ഇനി 6 3 18 2. അപ്പോൾ നമുക്ക് 80/3 എങ്ങനെ എഴുതാം? ഹരിച്ചപ്പോൾ നമുക്ക് 26 കിട്ടി. അപ്പോൾ 26 ശിഷ്ടം എത്രയാണ്? 2 അല്ലേ. 2 ബൈ ഹരിച്ചത് 3 കൊണ്ട് അല്ലേ. 2/3. അപ്പോൾ 26 2/3%. ക്ലിയർ ആയില്ലേ? അപ്പോൾ 26 നമ്മൾ 26 കൊണ്ട് എഴുതി. നമുക്ക് കിട്ടിയ ശിഷ്ടം നമ്മൾ മുകളിൽ എഴുതി. പിന്നെ 3 കൊണ്ടാണ് ഹരിച്ചത്. 3 അടിയിൽ എഴുതി. അപ്പോൾ അത് എളുപ്പമല്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. If a bicycle bought for 4,500 rupees had to be sold for 4,000 rupees, what is the loss of percent? അതായത് 4,500 രൂപയ്ക്ക് വാങ്ങിയ ഒരു സൈക്കിൾ എന്ത് ചെയ്തു? 4,000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമായിരിക്കും നഷ്ടം? അപ്പോൾ ഇവിടെ നമ്മളോട് നഷ്ടം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം 4,500 രൂപയ്ക്ക് വാങ്ങിയ സാധനം 4,000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും നഷ്ടം വരുന്നത്? 500 രൂപ അല്ലേ. അപ്പോൾ 500 രൂപയാണ് നഷ്ടം. അത് നമുക്ക് പെട്ടെന്ന് അറിയാം. പക്ഷേ ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? എത്ര ശതമാനമാണ് നഷ്ടം? അപ്പോൾ എപ്പോഴും നാം ഒരു ലാഭം അല്ലെങ്കിൽ നഷ്ടമൊക്കെ കണക്കാക്കുക അല്ലെങ്കിൽ പറയുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ സാധനങ്ങൾ വാങ്ങാൻ ചെലവഴിച്ച തുകയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലാഭമോ നഷ്ടമാണെന്ന് പറയാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലോസ് എത്രയാണ് നഷ്ടം എന്ന് ആദ്യം കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നഷ്ടം, ആൾക്ക് നഷ്ടമാണ് കിട്ടിയത്. എത്ര നഷ്ടം കിട്ടി? 4,500 രൂപയ്ക്ക് വാങ്ങിയ സാധനം 4,000 രൂപയ്ക്ക് വിറ്റു അല്ലേ. അതായത് 500 രൂപ നഷ്ടം, അത് കിട്ടി. ഇനി ഇതിൻ്റെ പേഴ്സൻറ്റേജ് കാണാം അല്ലേ. എത്ര പേഴ്സൻറ്റേജ് അയാൾക്ക് നഷ്ടം സംഭവിച്ചു എന്ന്. അപ്പോൾ നമുക്ക് പേഴ്സൺ ഓഫ് ലോസ്, അതായത് നഷ്ടത്തിൻ്റെ ശതമാനം അല്ലേ. ഇവിടെ ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും നഷ്ടം കണക്കാണെങ്കിൽ ലാഭം കണക്കാക്കാൻ എന്താണ്? വാങ്ങിയ വിലയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ, വിറ്റ വില അല്ല, വാങ്ങിയ വില. അപ്പോൾ ഇവിടെ നോക്കിയാൽ 500 രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അല്ലേ, ബൈ വാങ്ങിയ വില. വാങ്ങിയ വില എത്രയാണ്? 4,500. ഇനി ഇൻറ്റു പേഴ്സൻറ്റേജ് കാണാൻ എന്ത് വേണം?
100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഫ്രാക്ഷനെ 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടി അല്ലേ. ഇനി ഗുണിച്ച് നോക്കിയോളൂ. ഈ 2 0 ക്യാൻസൽ ചെയ്തു അല്ലേ. ബാക്കി എന്ത് തോന്നുന്നു? 500/45. അതായത് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. എന്താ, 2നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അതായത് ഇങ്ങോട്ട് നോക്കിയാൽ 500/45 എന്ന് കിട്ടി. ഇവിടെ നോക്കിയാൽ 500-ൽ 5 എത്ര പ്രാവശ്യം പോവും? 5-ൽ 1 പ്രാവശ്യം, ബാക്കി 2 0 അല്ലേ. അത് 100 പ്രാവശ്യം. അപ്പോൾ 500-ൽ 5 100 പ്രാവശ്യം പോകും. ഇനി 45-ൽ 5 എത്ര പ്രാവശ്യം പോകും? 9 × 5 45 അല്ലേ. അപ്പോൾ നമുക്കിതിനെ 100/9 എന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് നോക്കിയാൽ 100 ഹരിക്കണം 9. 1 പ്രാവശ്യം 9, 10, വീണ്ടും 1 പ്രാവശ്യം 1 × 9 9 അല്ലേ. അപ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടി 1 അല്ലേ. അപ്പോൾ നമുക്ക് 10/9 എന്തെന്ന് എഴുതാം? 11 കിട്ടിയത്. അപ്പോൾ 11. ഇനി ശിഷ്ടം എത്ര കിട്ടി? 1 അല്ലേ. 11 1 ഏതുകൊണ്ടാണ് ഹരിച്ചത്? 9. എത്ര ശതമാനം? അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ 4ാമത്തെ ചോദ്യം? 1600 persons voted in an election and the winner got 900 votes. What percent of the total votes is this? അതായത് 1600 പേര് വോട്ട് ചെയ്തു. അതിൽ ജയിച്ചാൾക്ക് എത്ര വോട്ട് കിട്ടി? 900 വോട്ട് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം വോട്ട് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ അല്ലേ, വളരെ എളുപ്പത്തിൽ ചെയ്യാം. എന്താണ് നമുക്ക് എഴുതേണ്ടത്? ആദ്യം നമുക്ക് percentage of votes for winner. അതായത് വിജയിച്ച ആൾക്ക് ലഭിച്ച വോട്ടുകളുടെ ശതമാനം. എത്രയാണ്? വിജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടി? 900 വോട്ട് കിട്ടി അല്ലേ. ആകെ എത്ര പോൾ ചെയ്തു? 1600 വോട്ട് ചെയ്തു. അതിൽ 900 വോട്ട് വിജയിച്ച ആൾക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇത് ഇതാ നമുക്കറിയാലോ. ഇൻറ്റു. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷനെ ശതമാനമാക്കണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. എത്രയേ ഉള്ളൂ? 100. അപ്പോൾ ഈ 2 0 ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് നോക്കിയാൽ 900/16 അല്ലേ. 900/16 കിട്ടി. ഇവിടെ നോക്കിയാൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2നെ അല്ലേ. അപ്പോൾ 900 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? അതിൻ്റെ പകുതി 450 അല്ലേ. ഇതിൻ്റെ പകുതി എത്രയാണ്? 8. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം അല്ലേ. 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. നോക്കിയാൽ 450-നെ അതിൻ്റെ പകുതി എത്രയാണ്? 225. 8ൻ്റെ പകുതിയോ? 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ചുരുങ്ങിയ രൂപത്തിൽ 225/4 എന്ന് കിട്ടി. അപ്പോൾ ഒന്ന് ഹരിച്ചു നോക്കിയാൽ 225 ഹരിക്കണം 4. 5 അല്ലേ. 5 പ്രാവശ്യം 4 20, ബാക്കി 2 ഇട്ടു. ഇനി 5, അപ്പോൾ 25 കിട്ടി അല്ലേ. 25 4 എത്ര പ്രാവശ്യം പോകും? 6 4 24, 6 4 24. അപ്പോൾ ശിഷ്ടം എത്രയാണ്? 1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 225/4-നെ 56. ഇനി ശിഷ്ടം 1 ഏതുകൊണ്ട് ഹരിച്ചത്? 4. എത്ര ശതമാനം? അപ്പോൾ അതും ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം. അജയൻസ് സാലറി ഈസ് 25% മോർ ദാൻ സഞ്ജയ്സ് സാലറി. ബൈ വാട്ട് പെർസെൻറ്റ് ഓഫ് അജയൻസ് സാലറി ഈസ് സഞ്ജയ്സ് സാലറി ലെസ്? എന്താണ് ചോദ്യം? അതായത് സഞ്ജയന്റെ സാലറിയേക്കാൾ എത്ര ശതമാനം? 25% കൂടുതലാണ് അജയന്റെ സാലറി അല്ലേ. അപ്പോൾ അജയനുക്ക് 25% സാലറി കൂടുതൽ കിട്ടുന്നുണ്ട് ആരേക്കാളും? സഞ്ജയേക്കാളും. അങ്ങനെയാണെങ്കിൽ ബൈ വാട്ട് പെർസെൻറ്റേജ് ഓഫ് അജയൻസ് സാലറി ഈ സഞ്ജയ് സാലറി ലെസ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അജയന്റെ സാലറിയേക്കാളും എത്ര ശതമാനം കുറവാണ് എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ സജയന്റെ സാലറി ഇപ്പോൾ ഒരു 100 രൂപയാണെന്ന് വിചാരിക്കുക. 100 രൂപ. അങ്ങനെയാണെങ്കിൽ അജയന്റെ സാലറി എത്രയായിരിക്കും? ഇതിനേക്കാൾ 25% കൂടുതൽ അല്ലേ. അപ്പോൾ 100ന്റെ 25% എന്ന് പറഞ്ഞാൽ 100 × 25/100 അല്ലേ. നമ്മൾ പഠിച്ചതാണ്. എത്ര രൂപ വരും? 25 രൂപ അല്ലേ. അപ്പോൾ 100 രൂപയോട് കൂടെ 25 രൂപ കൂട്ടിക്കഴിഞ്ഞപ്പോൾ 125 രൂപയാണ് ആരെ സാലറി? അജയന്റെ സാലറി അല്ലേ. അപ്പോൾ അജയന്റെ സാലറിയേക്കാൾ ഇവന് എത്ര സാലറി കുറവാണ്? അപ്പോൾ അത് 25 രൂപ കുറവ് അല്ലേ. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. പക്ഷേ ഇവിടെ ചോദ്യം എന്താണ്? അജയന്റെ സാലറിയുടെ എത്ര ശതമാനം കുറവാണ് ഈ സജയന്റെ സാലറി എന്നാണ് ചോദ്യം. എത്ര ശതമാനം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ സജയന്റെ സാലറി ഇപ്പോൾ ഒരു 100 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അജയന്റെ എന്ത് വരും? അജയൻ സാലറി
അജയൻ്റെ ശമ്പളം എത്രയായിരിക്കും? 100 പ്ലസ് 25 അല്ലേ? 100 പ്ലസ് 25, അതായത് 125. 25% കൂടുതൽ എന്ന് പറഞ്ഞാൽ അല്ലേ? അതായത് 100ൻ്റെ 25% എന്ന് പറഞ്ഞാൽ 25 തന്നെ. അപ്പം 125 രൂപ. അപ്പോൾ സജയന് അജയനെക്കാട്ടിലും 25 രൂപ കുറവാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? പേഴ്സൻറ്റേജ് ഓഫ് ഡിക്രീസ് ഇൻ സാലറി, അതായത് പേഴ്സൻറ്റേജ് ഓഫ് ഇൻ സാലറി, അതായത് ഇവിടെ ഈ കുറവുള്ള ശമ്പളത്തിൻ്റെ ശതമാനം എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ സജയൻക്ക് എത്ര രൂപയാണ് കുറവ് കിട്ടുന്നത്? 25 രൂപ അല്ലേ? 25 രൂപയാണ് കുറവ് കിട്ടുന്നത്. ആ കിട്ടുന്ന 25 രൂപ ഈ അജയൻക്ക് കിട്ടുന്ന പൈസയുടെ എത്ര ഭാഗമാണെന്നാണ് നാം നോക്കേണ്ടത് അല്ലേ? അപ്പോൾ അജയൻക്ക് എത്ര കിട്ടുന്നുണ്ട്? 125 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ 125ൻ്റെ എത്ര ഭാഗമാണ് 25 എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ശതമാനം കാണാൻ എന്ത് വേണം? ഇൻറ്റു 100 അല്ലേ? അപ്പോൾ എത്ര വരും? നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ 25 ഉണ്ട്, ഇവിടെ 125 അല്ലേ? രണ്ടിനും നമുക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 25 ഒരു പ്രാവശ്യം പോകും. 125 എത്ര പ്രാവശ്യമാണ്? 5 പ്രാവശ്യം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 100/5 എന്ന് കിട്ടി. സീക്വൽ ടു 100/5. 100/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100/5 എന്ന് പറഞ്ഞാൽ 20 അല്ലേ? 20. അപ്പോൾ 20%. അപ്പോൾ സജയൻ്റെ ശമ്പളം അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര കുറവാണ്? 20% കുറവാണ്. അതായത് സജയൻ സാലറി ഈസ് 20% ലെസ് ദാൻ അജയൻസ് സാലറി. അതായത് അജയൻ്റെ സാലറിയുടെ 20% കുറവാണ് സജയൻ്റെ സാലറി. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ 100 എന്നുള്ളതൊരു ഉദ്ദേശമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നുകിൽ എഴുതിയാൽ ലെറ്റ് എന്ന് എഴുതിവിടെ ആണെങ്കിൽ അല്ലേ? ലെറ്റ് സജയൻ സാലറി 100 ആണെങ്കിൽ, അല്ലെങ്കിൽ സപ്പോസ് എന്ന് എഴുതി വെക്കാം. സപ്പോസ് സജയൻ സാലറി 100 രൂപയാണെങ്കിൽ അജയൻ്റെ സാലറി 125 രൂപ. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ സജയൻ്റെ സാലറി അജയൻ്റെ സാലറിയേക്കാളും 20% കുറവ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.